ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഫുഡ് സയൻസ് എന്ന് പറയുന്നത്. ആ സെക്ഷനിൽ നിന്ന് നമുക്ക് ടോട്ടൽ 15 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. ഫുഡ് സയൻസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫുഡ് പ്രിസർവേഷനാണ്. ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കുകയാണ്. ഫുഡിനെ പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫുഡിനെ കേടുവരാതെ അതിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു മാങ്ങ എടുക്കുകയാണ്. ആ മാങ്ങ നമുക്ക് എത്ര ദിവസം വെക്കാൻ പറ്റും? 3-4 ദിവസം മാത്രമേ നമുക്കത് കേടുവരാതെ വെക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഈ മാങ്ങയുടെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അധികം നാൾ, 1 മാസമോ 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ വർഷങ്ങൾ വരെയും ചിലപ്പം പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന മെത്തേഡ്സ് ഇല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആ മാങ്ങ എന്ത് ചെയ്യും? ഉണക്കി സൂക്ഷിക്കും, അല്ലെങ്കിൽ അച്ചാറിട്ട് വയ്ക്കും. അങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഈ പ്രിസർവേഷന് താഴെ വരുന്ന ടോപ്പിക്സ് ആണ്. അങ്ങനെ നമ്മൾ പല മെത്തേഡ്സ് പണ്ട് മുതലേ ചെയ്തു വരുന്നുണ്ട് ഫുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട്. അത് കൂടാണ്ട് ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ അങ്ങനെ പല പല പുതിയ മെത്തേഡ്സും നമുക്കുണ്ട്. അങ്ങനെയുള്ള പല മെത്തേഡ്സിനെ കുറിച്ചും നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇന്ന് പല ടോപ്പിക്സും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന ടോപ്പിക്സ് ആയിട്ടും കേട്ടുള്ള ടോപ്പിക്സ് ആയിട്ടും ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെ തന്നെയാണ്, എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. എന്നാൽ പോലും കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിയും ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് ബ്ലാഞ്ചിങ്ങിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ? ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഈ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന പ്രോസസ്സാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. വെള്ളത്തിലിട്ട് തിളപ്പിക്കുക മാത്രമല്ല, സ്റ്റീം കൊടുത്തിട്ടും നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലാഞ്ചിങ്ങിനെ പറ്റിയുള്ളൊരു ചോദ്യമാണിത്. നമ്മളിപ്പോൾ ബ്ലാഞ്ചിങ് എന്താണെന്ന് പഠിച്ചിട്ടില്ല, പക്ഷേ ബ്ലാഞ്ചിങ് എന്താണെന്ന് നമ്മൾ പഠിക്കും. പഠിച്ചു കഴിയുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ബ്ലാഞ്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഈ താഴെ പറയുന്നവയിൽ ഏത് അല്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. പക്ഷേ ഉത്തരം എങ്ങനെ വന്നു എന്നുള്ളത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഫുഡ് പ്രിസർവേഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഏതൊരു പ്രൊസീജിയർ എടുത്താലും അതിൻ്റെ അടിത്തറയായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. ആ പ്രിൻസിപ്പിൾസിനെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുന്നത്. അതേപോലെ ഫുഡ് പ്രിസർവേഷനും പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫുഡിനെ കേടുവരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫുഡ് പ്രിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഫുഡിനെ കേടുവരാതെ സൂക്ഷിക്കുന്നത്? ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫുഡ് കുറച്ച് കാലവും കൂടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും ഫുഡ് പ്രിസർവേഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഫുഡ് പ്രിസർവേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് പ്രിവെൻറ്റിംഗ് ഫുഡ് സ്പോയിലേജ് ആൻഡ് എക്സ്റ്റെൻഡിങ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ്. നമ്മൾ ഫുഡിൻ്റെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുകയാണ്, അതായത് ഫുഡിനെ സ്പോയിൽ ആവാതെ നോക്കുകയാണ്. സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് കേടുവരാം, ആ ഒരു സംഭവം നമ്മൾ തടയുകയാണ്, പ്രിവെൻറ്റ് ചെയ്യുകയാണ്. എന്തിനാണ് നമ്മൾ ഫുഡ് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഫോർ എക്സ്റ്റെൻഡിങ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ്, അതായത് ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി. നമുക്ക് 1-2 ദിവസം മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫുഡിനെ 5-6 ദിവസത്തിലേക്കോ അല്ലെങ്കിൽ 1-2 മാസത്തിലേക്കോ അല്ലെങ്കിൽ വർഷങ്ങളിലേക്കോ ഒക്കെ ഒരു കേടും വരാതെ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നു. അതാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, നമ്മൾ ഫുഡിൻ്റെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുന്നു, അതുവഴി ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നു. അതാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രിസർവേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എല്ലാം നമ്മൾ വഴിയെ പഠിക്കും. ആ മെത്തേഡ്സ് എല്ലാം 3 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 3 ബേസിക് പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ മെത്തേഡ്സും വരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ഇനാക്ടിവേറ്റിംഗ് ദം. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഫുഡ് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ആ ഫുഡ് അവിടെ വെക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ആ ഫുഡ് ചീത്തയാവുന്നത്? എന്തെങ്കിലും ബാക്ടീരിയാസോ അല്ലെങ്കിൽ മറ്റ് മൈക്രോബ്സോ ഒക്കെ ആ ഫുഡിൽ വരുമ്പോഴായിരിക്കും ആ ഫുഡ് കേട് വന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്ന സാധനമാണ് ഫുഡിൻ്റെ സ്പോയിലേജ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ഒന്നെങ്കിൽ ഫുഡിൽ നിന്ന് റിമൂവ് ചെയ്യണം, എടുത്ത് കളയണം. നമ്മുടെ ഫുഡ് ഇതാണ്, അതിൽ മൈക്രോബ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഈ മൈക്രോബ്സിനെ ഫുഡിൽ നിന്ന് എടുത്ത് കളയണം, ഒന്നെങ്കിൽ കളയുക, അല്ലെങ്കിൽ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യുക. ഇനാക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കളയുന്നില്ല, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, മൈക്രോബ്സ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിന് ഫുഡിനെ സ്പോയിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് അതിനെ മാറ്റുക.
അതിൻ്റെ ആക്ടിവിറ്റീനെ നമ്മൾ ഇനാക്റ്റീവ് ചെയ്ത് കളയുകയാണ്. അതായത് അതിന് ആ ഫുഡിൽ ആക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ മാറ്റുന്നു. അതാണ് ഇനാക്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നെങ്കിൽ നമ്മൾ മൈക്രോബ്സിനെ പുറത്തേക്ക് എടുത്ത് കളയുക, റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ മൈക്രോബ്സിനെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനാക്ടിവേറ്റിംഗ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പോയിന്റിലും. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? മൈക്രോബ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ എൻസൈംസ് എന്ന് പറയുന്നത്? നമ്മൾ ഏത് ഫുഡ് എടുത്താലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഓഫ് എൻസൈംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സർഫസ് ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യും. ആ ബ്രൗൺ കളർ ഫോം ചെയ്യാനുള്ള കാരണം ആപ്പിളിനകത്തുള്ള കുറച്ച് എൻസൈംസ് ആണ്. നമ്മൾ ആ റിയാക്ഷനെ എൻസൈമാറ്റിക് ബ്രൗണിംഗ് എന്നാണ് പറയുക. അതായത് എൻസൈംസ് നടത്തുന്ന ഒരു ബ്രൗണിംഗ് പ്രോസസ്സാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻസൈംസിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രൗണിംഗ് റിയാക്ഷനും ഇല്ലാണ്ടാക്കിക്കൂടെ? അതായത് എൻസൈംസിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനെ പ്രിസർവ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണെന്നല്ലേ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ് എന്ന് പറയുന്നത്. ഈ ആപ്പിൾ അതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ പല ബ്രൗണിംഗ് റിയാക്ഷൻസും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫുഡിൽ എൻസൈംസ് ഉണ്ടെങ്കിൽ ആ എൻസൈംസിന് പലതരത്തിലുള്ള ഡിറ്റീരിയോറേറ്റീവ് റിയാക്ഷൻസ് ഫുഡിൽ ഉണ്ടാക്കാൻ പറ്റും, ഫുഡിനെ കേടാക്കാൻ പറ്റും. സോ നമ്മൾ ആ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക. അതായത് എൻസൈംസിന് നമ്മുടെ ഫുഡിനെ കേട് വരുത്താനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. ഓക്കെ. ഇനി തേർഡ് വൺ, റിമൂവൽ ഓഫ് ഇൻസെക്ട്സ്, വർംസ് ആൻഡ് റാറ്റ്സ്. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഫുഡ് സൂക്ഷിച്ച് വെക്കുക? നമ്മൾ വെറുതെ അങ്ങ് എടുത്തിടാണോ ചെയ്യുന്നത്? അല്ല, ഏതെങ്കിലും ഒരു അടഞ്ഞ പാത്രത്തിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലായിരിക്കും നമ്മൾ എപ്പോഴും ഫുഡിനെ അടച്ചു വെച്ചേക്കുക. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? പുറത്തുനിന്നുള്ള ഇൻസെക്ട്സോ അല്ലെങ്കിൽ വോംസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഫുഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ അടച്ച് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻസെക്ട്സോ വോംസോ റാറ്റോ ഒക്കെ നമ്മുടെ ഫുഡിനകത്തേക്ക് കോണ്ടാക്ട് വന്നാൽ എന്താ പ്രശ്നം? ഈ സാധനങ്ങൾ പുറത്തുനിന്നുള്ള ടോക്സിൻസിനെയോ അല്ലെങ്കിൽ മറ്റ് കണ്ടാമിനൻസിനെയോ ഒക്കെ നമ്മുടെ ഫുഡിനകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ഫുഡിനകത്ത് ഈ പറയുന്ന ടോക്സിൻസ് വരും. ആ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് നമ്മുടെ ബോഡിക്ക് എന്തുണ്ടാക്കും? അസുഖം ഉണ്ടാക്കും, അല്ലേ? നമുക്ക് ഡിസീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻസെക്ട്സോ വർംസോ റാറ്റ്സോ ഒന്നും നമ്മുടെ ഫുഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഓരോ പ്രിൻസിപ്പിളിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ഇനാക്ടിവേറ്റിംഗ് ദം. മൈക്രോ ഓർഗാനിസംസ് ആർ ദി പ്രൈമറി റീസൺ ഫോർ ഫുഡ് സ്പോയിലേജ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമുക്ക് അറിയാം, നമ്മൾ വീട്ടിൽ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ ആ ആഹാരം എങ്ങനെയാണ് കേടുവരുന്നത്? അതിൽ മൈക്രോ ഓർഗാനിസംസ് വരുമ്പോഴല്ലേ ആഹാരം കേടുവരുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആണ് ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രൈമായിട്ടുള്ള മേജറായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കുന്നത്? ദേ ക്യാൻ ബ്രേക്ക് ഡൗൺ ഫുഡ് പാർട്ടിക്കിൾസ്. നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫുഡിനകത്ത് പല പല കമ്പോണൻസ് ഇല്ലേ? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പോണൻസ് നമ്മൾ ഏതൊരു ഫുഡ് എടുത്താലും അതിനകത്ത് ഉണ്ടാവും. ഈ ഫുഡ് പാർട്ടിക്കിൾസിനെയൊക്കെ ഈ മൈക്രോ ഓർഗാനിസംസ് വന്നിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേറെ പുതിയ കമ്പോണൻസിനെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാവുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് അൺഡിസൈറബിൾ ആയിരിക്കും. അതായത് നമുക്ക് വേണ്ടുന്ന കമ്പോണൻസ് ആവില്ല അവരുണ്ടാക്കുന്നത്. ആ ഈ അൺഡിസൈറബിൾ കമ്പോണൻസ് നമ്മുടെ ഫുഡിൽ വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? നമ്മുടെ ഫുഡിൻ്റെ കളറിനെ ബാധിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു അപ്പിയറൻസിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. നോർമൽ കളർ മാറി വേറൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള കളർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഫ്ലേവർ മാറും. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഫുഡും ചീത്തയായിട്ടുള്ളൊരു ഫുഡും ഒരേ രീതിയിലാണോ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടുന്നത്? അല്ല, ഫ്ലേവറിന് മാറ്റം വരും. അതുപോലെ തന്നെ ടെക്സ്ചർ, അതായത് ഇപ്പം നമുക്കറിയാം, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ തൊടുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, കേടായിട്ടുള്ളൊരു ഫുഡ് തൊടുമ്പോൾ ടെക്സ്ചർ എങ്ങനെയാണ്, വ്യത്യാസമുണ്ട്. ഇപ്പം നോർമലി നമ്മുടെ വീട്ടിലൊക്കെ ഫുഡ് സ്പോയിലായോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കുന്നതും ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടല്ലേ. നമ്മൾ ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യും? കണ്ണുകൊണ്ട് നോക്കും. കളർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വ്യത്യാസം തോന്നും നമുക്ക്. അല്ലെങ്കിൽ ടെക്സ്ചർ നമ്മൾ തൊട്ട് നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. അല്ലെങ്കിൽ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം,
അരോമയാണ്, അതായത് അതിൻ്റെ സ്മെല്ലാണ്. ഇപ്പം നമുക്കറിയാം കേട് വന്നൊരു ഫുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഓ അത് ചീത്തയായി, ഇനി അത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം അരോമ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. നമ്മൾ നോക്കുമ്പം നമ്മൾ കാണുന്ന അതിൻ്റെ കളറ്, അതിൻ്റെ ടെക്സ്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പിയറൻസിൽ വരും. അതായത് ഫുഡ് സ്പോയിലാകുമ്പം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായാൽ പിന്നെ നമ്മൾ ആ ഫുഡ് കഴിക്കുമോ? ഇല്ല. ആ ഫുഡ് പിന്നെ അൺഫിറ്റ് ആയിരിക്കും ഫോർ ഹ്യൂമൻ കൺസംഷൻ. നമുക്ക് കഴിക്കാൻ അൺഫിറ്റ് ആയിരിക്കും. നമുക്ക് കഴിക്കാൻ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് ആയിരിക്കില്ല. പിന്നെ അത് നമുക്കതെടുത്ത് കളയാനേ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം നമ്മൾ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ എപ്പോഴും മൈക്രോ ഓർഗാനിസംസിനെ നമ്മുടെ ഫുഡിൽ നിന്നും മാറ്റി നിർത്തണം. ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് മൈക്രോബ്സ് എവേ ഫ്രം ഫുഡ്. നമ്മുടെ ഫുഡിൽ നിന്നും മൈക്രോബ്സിനെ നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെ മാറ്റി നിർത്തുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോബ്സിനെ നമ്മുടെ ഫുഡിൽ നിന്ന് മാറ്റി നിർത്താന്നുള്ളതിനാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മൈക്രോബ്സിനെ നമ്മുടെ ഫുഡിൽ നിന്ന് മാറ്റി നിർത്തണം. ഇനി എങ്ങനെ മാറ്റി നിർത്തും? നാച്ചുറൽ ഫുഡ് ബാരിയേഴ്സ് ലൈക്ക് ഷെൽസ് ഓഫ് നട്ട്സ്, എഗ്, പീൽസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എക്സെട്ര ക്യാൻ പ്രൊട്ടക്ട് ദ ഫുഡ് ഫ്രം മൈക്രോബ്സ്. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം നട്ട്സ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാഷ്യൂവിന് പുറത്തൊരു ഷെല്ലുണ്ടല്ലോ. അതേപോലെ നമ്മൾ എഗ്ഗ് എടുക്കുകയാണെങ്കിൽ എഗ്ഗിന് ഷെല്ലുണ്ട്. അപ്പോൾ ഇതേപോലുള്ള നാച്ചുറൽ ഫുഡ് ബാരിയേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ഷെല്ലൊക്കെ ആ ഫുഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പുറത്തുനിന്നും കീടാണുക്കളൊന്നും കയറാതെ ആ ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഷെൽസൊക്കെ ഉള്ളത്. അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ പുറത്തൊരു പീലില്ലേ, അതിൻ്റെ തൊലിയില്ലേ, ഈ തൊലിയും സെയിം ഫങ്ഷനാണ് ചെയ്യുന്നത്. മൈക്രോബ്സ് ഉള്ളിലേക്ക് കയറാതെ ആ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന ഫങ്ഷനാണ് എന്തിനുള്ളത്? ആ ഒരു പീലിനുള്ളത്. ഓക്കെ, അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ബാരിയേഴ്സ് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചുറൽ ഫുഡ് ബാരിയർ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നാച്ചുറൽ ഫുഡ് ബാരിയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താണ് അതെന്നും അതിന് എക്സാമ്പിൾസ് എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമുക്ക് നാച്ചുറൽ ഫുഡ് ബാരിയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ സിന്തറ്റിക് ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും ഒക്കെ നമ്മളായിട്ട് തന്നെ ബാരിയേഴ്സിനെ ഉണ്ടാക്കും. അങ്ങനെയുള്ള ബാരിയേഴ്സിനെയാണ് നമ്മൾ ഈ പാക്കേജിങ് എന്ന് പറയുന്നത്. പാക്കേജിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? ഇപ്പോൾ ഇതൊരു ഫുഡ്, ആ ഫുഡ് വെറുതെ ഇരിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കീടാണുക്കളുണ്ട്. അത് നമ്മുടെ ഫുഡായിട്ട് കോൺടാക്റ്റിൽ വന്നിട്ട് ആ ഫുഡിനെ ചീത്തയാക്കും അല്ലേ? ഇനി നമ്മൾ ഈ ഒരു ഫുഡിനെ ഒരു പാക്കേജിൽ ഇട്ടാണ് വെക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ആ പാക്കേജ് ആ ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ ഫുഡിനെ എൻവയോൺമെൻറ്റുമായിട്ട് കോൺടാക്റ്റിൽ വരാതെ ഒരു ബാരിയർ ആയിട്ടല്ലേ ആ പാക്കേജ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാച്ചുറൽ ഫുഡ് ബാരിയേഴ്സിനെ പോലെ ഒരു ബാരിയർ തന്നെയല്ലേ നമ്മുടെ പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ ഫുഡ് ബാരിയേഴ്സ് പോലെ നമ്മൾ സ്വയമേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാരിയറാണ്, ഒരു ആർട്ടിഫിഷ്യൽ ബാരിയറാണ് നമ്മുടെ പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഈ പാക്കേജിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ പ്രിവെൻറ്റ് മൈക്രോബിയൽ എൻട്രി. മൈക്രോബ്സ് ഫുഡിലേക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പാക്കേജിങ്ങിന് എക്സാമ്പിളാണ് അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പാക്കേജിംഗ് ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ആണ് അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഈ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. അസെപ്സിസ് നമ്മൾ പഠിച്ചില്ലേ? അസെപ്സിസ് എന്തായിരുന്നു? മൈക്രോബ്സിനെ ഫുഡിൽ നിന്നും അകറ്റി നിർത്തുക, ഫുഡിലേക്ക് മൈക്രോബ്സ് വരാതെ നോക്കുക. സെയിം തിങ് ആണ് അസെപ്റ്റിക് പാക്കേജിങ്ങിലും പറയുന്നത്. അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കണ്ടാമിനേഷനും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ആണ്. അസെപ്റ്റിക് പാക്കേജിംഗ് ചെയ്ത ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് നോർമൽ പാക്കേജിംഗ് വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. കാരണം അസെപ്റ്റിക് ആണ്, ഒരു തരത്തിലുള്ള കണ്ടാമിനേഷനും അവിടെ ഇല്ല. എങ്ങനെയാണ് ഈ അസെപ്റ്റിക് പാക്കേജിംഗ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റെറൈൽ ഫുഡ് പ്രൊഡക്റ്റ്. എന്താ സ്റ്റെറൈൽ ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ മൈക്രോബ്സിനെയും ഇല്ലാണ്ടാക്കുക. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്യുന്നു. എവിടെ പാക്ക് ചെയ്യുന്നു? ഇൻ സ്റ്റെറൈൽ പാക്കേജ്. സ്റ്റെറൈൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജ്, ഒരു തരത്തിലുള്ള മൈക്രോബ്സോ കണ്ടാമിനേഷനോ ഒന്നും ഇല്ലാത്തൊരു പാക്കേജിനെയാണ് നമ്മൾ സ്റ്റെറൈൽ പാക്കേജ് എന്ന് പറയുക. അങ്ങനെയുള്ളൊരു സ്റ്റെറൈൽ പാക്കേജിലേക്ക് നമ്മൾ ഒരു സ്റ്റെറൈൽ ഫുഡ് പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു സ്റ്റെറൈൽ പാക്കേജ് ഉണ്ട്. ആ സ്റ്റെറൈൽ പാക്കേജിലേക്ക് നമ്മളൊരു സ്റ്റെറൈൽ ഫുഡ് പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്യുന്നു. അത് മാത്രം പോരാ, ആ പാക്ക് ചെയ്യുന്ന കണ്ടീഷൻസും സ്റ്റെറൈൽ ആയിരിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ പാക്കേജ് സ്റ്റെറൈലാണ്, ഓക്കെ, ഈ ഫുഡ് പ്രൊഡക്റ്റും സ്റ്റെറൈലാണ്. പക്ഷേ ഇത് പാക്ക് ചെയ്യുന്ന മെഷീൻ,
ഒരു പാക്കേജിങ് മെഷീൻസ് യൂസ് ചെയ്താണ് പാക്ക് ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം. ഈ പാക്ക് ചെയ്യുന്ന മെഷീനകത്ത് കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ആ കണ്ടാമിനേഷൻ നമ്മുടെ ഫുഡിലേക്കും പാക്കേജിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ആവില്ലേ? അപ്പോൾ നമ്മൾ ഈ സ്റ്റെറൈൽ ഫുഡ് പ്രോഡക്റ്റ് സ്റ്റെറൈൽ പാക്കേജിൽ പാക്ക് ചെയ്തതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. സോ നമ്മൾ ആ പാക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എൻവയോൺമെൻറ്റ് ആവാം, അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും സ്റ്റെറൈലായിരിക്കണം. അതാണ് ഇവിടെ അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെറൈൽ ഫുഡ് പ്രൊഡക്റ്റിനെ സ്റ്റെറൈൽ പാക്കേജിലേക്ക് സ്റ്റെറൈൽ കണ്ടീഷനിൽ പാക്ക് ചെയ്യുന്ന ടെക്നോളജിയാണ് അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അത്രയും നമ്മൾ ഭയങ്കര പ്രിസൈസ് ആയിട്ട് നോക്കി പാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അസെപ്റ്റിക്കലി പാക്ഡ് ഫുഡിന് നമ്മുടെ നോർമൽ പാക്ഡ് ഫുഡ്സിനേക്കാളും ഒരുപാട് ഷെൽഫ് ലൈഫ് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഈ അസെപ്റ്റിക് പാക്കേജിംഗ് ചെയ്യുന്നത് UHT പ്രോസസ്ഡ് ഫുഡ്സിനായിരിക്കും. UHT എന്ന് പറഞ്ഞാൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫുഡിനെയാണ് നോർമലി നമ്മൾ ഈ പറഞ്ഞ അസെപ്റ്റിക് പാക്കേജിങ് ചെയ്യുന്നത്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നൊരു ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ ഫുഡിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അങ്ങനെ ട്രീറ്റ് ചെയ്ത ഫുഡിനെയാണ് നോർമലി നമ്മൾ ഈ ഒരു അസെപ്റ്റിക് പാക്കേജിങ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മിൽക്കിനെ പാസ്ചറൈസ് ചെയ്യുന്ന പ്രോസസ്സില്ലേ, മിൽക്കിൻ്റെ പാസ്ചറൈസേഷനിൽ വരുന്നൊരു ടൈപ്പാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നമുക്കറിയാം നമ്മുടെ നോർമൽ കവർ പാല് നമുക്ക് കുറച്ച് ദിവസം ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് അധികം ഒന്നും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റില്ല. പക്ഷേ ഒരു ടൈപ്പ് ഓഫ് മിൽക്ക് ഉണ്ട്, UHT പ്രോസസ്ഡ് മിൽക്ക് എന്ന് പറയും, അൾട്രാ ഹൈ ടെമ്പറേച്ചർ. ഈ UHT മിൽക്കിനെ നമ്മൾ അസെപ്റ്റിക്കലി പാക്ക് ചെയ്തിട്ടാണ് അത് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള മിൽക്ക് നമുക്ക് 6 മാസം വരെ, അതും വിത്തൗട്ട് റെഫ്രിജറേഷൻ 6 മാസം വരെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. റെഫ്രിജറേഷൻ കണ്ടീഷൻ വേണ്ട, ഇല്ലാണ്ട് തന്നെ 6 മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം ആ മിൽക്ക് UHT പ്രോസസ്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം ആ മിൽക്ക് അസെപ്റ്റിക്കലി പാക്ഡ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ UHT പ്രോസസ്ഡ് മിൽക്ക് അസെപ്റ്റിക്കലി പാക്ക് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നു. 6 മാസം റെഫ്രിജറേഷൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമ്മൾ ആ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ 6 മാസം എന്നൊരു കാലാവധി ഇല്ല. അപ്പോൾ എന്താ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം? UHT പ്രോസസ്സ് മാത്രമല്ല, അസെപ്റ്റിക് പാക്കേജിങ്ങും കൂടിയാണ് ആ ഒരു മിൽക്കിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൊടുത്തത്. അപ്പോൾ അസെപ്റ്റിക് പാക്കേജിങ് ഇല്ലാണ്ടാവാണ് പാക്കേജ് പൊട്ടിച്ച് കഴിഞ്ഞാൽ. സോ പാക്കേജ് പൊട്ടിക്കുന്ന വരെ ഉള്ളൂ ഷെൽഫ് ലൈഫ്. പാക്കേജിങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഷെൽഫ് ലൈഫ് കിട്ടില്ല, പിന്നെ അത് നോർമൽ മിൽക്കായിട്ട് മാറും. അപ്പോൾ പാക്കേജിങ്ങിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ഇനാക്ടിവേറ്റിംഗ് ദം. നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. സോ മൈക്രോ ഓർഗാനിസംസ് ഫുഡിൽ സ്പോയിലേജ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആയതുകൊണ്ട് തന്നെ മൈക്രോബ്സിനെ നമ്മൾ ഫുഡിൽ നിന്നും അകറ്റി നിർത്തണം. അതിനെയാണ് നമ്മൾ അസെപ്സിസ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് മൈക്രോബ്സിനെ ഫുഡിൽ നിന്ന് അകറ്റി നിർത്താം? അതിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ഫുഡ് ബാരിയേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മളായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബാരിയേഴ്സ് ഉണ്ട്, അതായത് പാക്കേജിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് അക്സെപ്റ്റീവ് പാക്കേജിംഗ് എന്താണെന്നും UHT എന്താണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഫുഡിനകത്തേക്ക് മൈക്രോബ്സ് വരാതെ നോക്കണം, അതായത് അസെപ്സിസ്, അസെപ്റ്റീവ് പാക്കേജിങ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ഫുഡിനകത്തേക്ക് മൈക്രോബ്സ് വന്നെന്നിരിക്കട്ടെ, ഓൾറെഡി കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയാൽ പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇഫ് മൈക്രോബ്സ് എൻറ്റർ ഇൻ ടു ഫുഡ്, ഓൾറെഡി കയറി, ഇനി നമ്മൾ കയറാതിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, കയറിപ്പോയി. either we should remove them or inactivate them. നമ്മുടെ ഫുഡിലേക്ക് മൈക്രോബ്സ് കയറി, ഇപ്പോൾ ഫുഡിനകത്ത് മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഈ മൈക്രോബിനെ നമ്മൾ എടുത്ത് പുറത്തേക്ക് കളയണം, റിമൂവ് ചെയ്യണം. ഇനി റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, മൈക്രോബ് അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ ഇതിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് വിടാൻ മതി. അതായത് അതിൻ്റെ ആക്ടിവിറ്റീനെ നമ്മൾ ഇല്ലാണ്ടാക്കിയാൽ മതി. ഈ മൈക്രോബ് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യുമ്പോഴല്ലേ ഇത് ഫുഡിനെ സ്പോയിൽ ചെയ്യത്തുള്ളൂ. ആ ആക്ടിവിറ്റീനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഫുഡിനെ സ്പോയിൽ ചെയ്യില്ലല്ലോ. സോ റിമൂവ് ചെയ്യണം എന്ന് തന്നെ ഇല്ല, റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, എങ്ങനെ ഇനാക്ടിവേറ്റ് ചെയ്യാമെന്ന് പഠിക്കണ്ടേ? എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുക? നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് ചായക്കകത്തുള്ള തേയില നമുക്ക് കളയണമല്ലോ. തേയില നമ്മൾ ചായയിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ്. എങ്ങനെയാണ് നമ്മൾ തേയില കളയുക? ഒരു അരിപ്പയ്ക്കകത്തൂടി നമ്മൾ ചായ പാസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? തേയില മാത്രം അരിപ്പയ്ക്കകത്തിരിക്കും, ബാക്കി ചായ താഴെക്കൂടി വരും അല്ലേ? അതായത് ഒരു ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ ആ തേയിലേനെ എടുത്ത് കളഞ്ഞു. സെയിം സാധനം നമുക്ക് ഫുഡിലും അപ്ലൈ ചെയ്യാം, മൈക്രോബ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതുപോലെ വലിയൊരു അരിപ്പ് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. മൈക്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സൈസ് വളരെ കുറവാണ്. അപ്പം നമ്മളവിടെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും. എങ്ങനെയുള്ള ഫിൽറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൈക്രോ ഫിൽറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്.
ഇതൊരു മൈക്രോ ഫിൽറ്ററാണെന്ന് വിചാരിക്കാം. ഈ മൈക്രോ ഫിൽറ്ററിനകത്ത് കൂടി നമ്മൾ നമ്മുടെ ലിക്വിഡായിട്ടുള്ള ഫുഡിനെ പാസ് ചെയ്യുമ്പോൾ മൈക്രോബ്സ് എന്ത് ചെയ്യും, ഈ ഫിൽറ്ററിൽ തങ്ങി നിൽക്കും. ബാക്കി നമ്മുടെ ഫുഡ് മാത്രം താഴേക്ക് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, മൈക്രോബ്സ് ഇവിടെ എന്തായി, റിമൂവ് ആയില്ലേ. ഫുഡ് മാത്രമല്ലേ താഴേക്ക് വന്നോളൂ, അതേ വഴി നമുക്ക് മൈക്രോബ്സിനെ റിമൂവ് ചെയ്യാം. മൈക്രോബ്സ് ക്യാൻ ബി റിമൂവ് ഫ്രം ലിക്വിഡ് ഫുഡ്. എങ്ങനെ? ബൈ പാസിങ് ദ ലിക്വിഡ് ഫുഡ് ത്രൂ ഫിൽറ്റേഴ്സ് മൈക്രോ ഫിൽറ്റേഴ്സിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നു. ആ മൈക്രോ ഫിൽറ്റേഴ്സിന് എക്സാമ്പിളാണ് ആസ്ബറ്റോസ് പാഡ്, ഡയറ്റോമീഷ്യസ് എർത്ത്, അൺഗ്ലേസ്ഡ് പോർസിലിൻ എക്സെട്ര. ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മൈക്രോ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാത്തതെന്നോ ചെയ്യുന്നതോ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പേര് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം എഴുതാൻ പറ്റൂ. സോ ഈ പേരൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെ നമുക്ക് മൈക്രോബ്സിനെ ഫുഡിൽ നിന്നും റിമൂവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഞാൻ വേറൊരു കേസും കൂടി പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴും റിമൂവ് ചെയ്യണം എന്നില്ല, ജസ്റ്റ് ഇനാക്ടിവേറ്റ് ചെയ്താലും മതി. ഇനി ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനാക്ടിവേഷൻ ഓഫ് മൈക്രോബ്സ് ക്യാൻ ബി ഡൺ ബൈ, എങ്ങനെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ബൈ യൂസിങ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് ഇനാക്ടിവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത് പുതിയ കാര്യമൊന്നുമല്ല. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ടല്ലേ വെള്ളം കുടിക്കുകയുള്ളൂ. എന്തിനാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്? ആ വെള്ളത്തിനകത്ത് എന്തെങ്കിലും കീടാണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾ വെട്ടി തിളപ്പിച്ച് കുടിക്കുന്നത്. അതും ഈ സെയിം സാധനമാണ്, ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷനാണ്. ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മളവിടെ മൈക്രോബ്സിനെ ഇല്ലാണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഹൈ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഫ്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യുന്നതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഫുഡിനെ ഫ്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യുന്നത്? ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ വളരെ കുറഞ്ഞൊരു ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ അത്രയും താഴ്ന്ന ടെമ്പറേച്ചറിൽ നമ്മൾ ഫുഡിനെ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള മൈക്രോബ്സിന് ആ ഒരു ടെമ്പറേച്ചറിൽ ആക്ട് ചെയ്യാൻ പറ്റൂല, അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കും. കാരണം ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറുണ്ട്. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലാണ് മിക്ക മൈക്രോബ്സും ഗ്രോ ചെയ്യുന്നതും അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഇത്രയും താഴ്ന്നൊരു ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ അതെന്താണ്, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകും. അതായത് ഫുഡിൽ പിന്നെ അതിന് ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡിനെ കേടുവരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് റിലീസ് ചെയ്യാനോ ഒന്നും പറ്റൂല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡിനെ ഫ്രിഡ്ജിൽ വെക്കുന്നതും അതേപോലെ തന്നെ ഫ്രീസറിൽ വെക്കുന്നതും ഒക്കെ. അതാണ് ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ റെഡ്യൂസിങ് വാട്ടർ ആക്ടിവിറ്റി, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. റെഡ്യൂസിങ് വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഫുഡിനകത്തുള്ള മോയ്സ്ചറിനെ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റിനെ റെഡ്യൂസ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാങ്ങയൊക്കെ ഉണക്കി സൂക്ഷിക്കൂലേ. എന്തിനാണ് നമ്മൾ മാങ്ങ ഉണക്കി സൂക്ഷിക്കുന്നത്? നമുക്ക് ഒറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ. മാങ്ങ നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നത് മാങ്ങ കുറേ നാൾ നമുക്ക് വെച്ചേക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയും. എങ്ങനെയായി ഉണക്കി സൂക്ഷിക്കുമ്പോൾ കുറേ നാൾ വെച്ചേക്കാൻ പറ്റുന്നത്? നമ്മുടെ മാങ്ങയാണെന്ന് വിചാരിക്കും. ഈ മാങ്ങയ്ക്കകത്ത് എന്തായാലും വാട്ടർ കണ്ടന്റ് ഉണ്ട്. മൈക്രോബ്സിന് ജീവിക്കണമെങ്കിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. വെള്ളം എടുത്തിട്ടാണ് മൈക്രോബ്സ് എന്ത് ചെയ്യുന്നത്, അത് ജീവിക്കുന്നത്. വാട്ടർ ഇല്ലെങ്കിൽ അതിന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു മാംഗോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്, നമുക്കറിയാം അതിൽ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. സോ ഒബ്വിയസ്ലി മൈക്രോബ്സിന് അവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ. ഇനി നമ്മൾ ഈ ഒരു മാങ്ങേനെ ഉണക്കാന്ന് വെച്ചാൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പല ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഈ മാങ്ങേനെ ഉണക്കുമ്പോൾ എന്ത് പറ്റും, മാങ്ങയ്ക്ക് അതുള്ള വെള്ളം അങ്ങ് പോവും. വെള്ളം പോയിട്ട് ഈ മാങ്ങ ചുരുണ്ട് ഒരു ഡ്രൈഡ് ആയിട്ടുള്ള മാംഗോ പീസായിട്ട് നമുക്ക് കിട്ടും ആണല്ലോ. അപ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് വളരെ കുറവല്ലേ, മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവല്ലേ. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിന് അവിടെ ജീവിക്കാനുള്ള സാഹചര്യവും അനുകൂലമായിരിക്കില്ല, പ്രതികൂലമായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും അവിടെ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് കുറയും, റീപ്രൊഡക്ഷൻ കുറയും, എല്ലാം കുറയും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഫുഡിനെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വാട്ടർ കണ്ടന്റ് കുറയുമെന്ന് പറഞ്ഞു. വാട്ടർ കണ്ടന്റ് കുറഞ്ഞാൽ എന്തും കുറയും, വാട്ടർ ആക്ടിവിറ്റിയും കുറയും. ഒരു ഫുഡിൻ്റെ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ്. വാട്ടർ കണ്ടന്റ് കുറഞ്ഞാൽ ഉറപ്പായിട്ടും വാട്ടർ ആക്ടിവിറ്റിയും കുറയും. വാട്ടർ ആക്ടിവിറ്റി എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. തൽക്കാലം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മോയ്സ്ചർ കണ്ടന്റ് വാട്ടർ ആക്ടിവിറ്റിയും റിലേറ്റഡ് ടേംസ് ആണ്. മോയ്സ്ചർ കണ്ടന്റ് കൂടിയാൽ വാട്ടർ ആക്ടിവിറ്റി കൂടുതലായിരിക്കും, മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞാൽ വാട്ടർ ആക്ടിവിറ്റിയും കുറവായിരിക്കും. ഇപ്പോൾ നമ്മളൊരു മാങ്ങ ഉണക്കി കഴിയുമ്പോൾ മോയ്സ്ചർ കുറയും, വാട്ടർ ആക്ടിവിറ്റി കുറയും. നമുക്കറിയാം വാട്ടർ ആക്ടിവിറ്റി കുറഞ്ഞാൽ അല്ലെങ്കിൽ മോയ്സ്ചർ കുറഞ്ഞാൽ മൈക്രോബ്സിന് അവിടെ ജീവിക്കാനോ അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാനോ ഒന്നും ഉള്ള വാട്ടർ അതിന് അവൈലബിൾ ആയിട്ട് കിട്ടൂല. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി അത് ഡിസ്ട്രോയ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ റെഡ്യൂസിങ് വാട്ടർ ആക്ടിവിറ്റി ഇവിടെ ഒരു പോയിൻ്റായിട്ട് പഠിച്ചത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ റെഡ്യൂസിങ്
പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പി എച്ച് കുറഞ്ഞാൽ ആ ഫുഡിനെ നമ്മൾ അസിഡിക് ഫുഡ് എന്ന് പറയും. ആൻഡ് പി എച്ച് കൂടിയാൽ നമ്മൾ ഫുഡിനെ എന്തെന്ന് പറയും? ബേസിക് ഫുഡ് എന്ന് പറയും, അല്ലേ? അതായത് പി എച്ച് 7 ന്യൂട്രലാണ്. 7ൽ താഴെ പി എച്ച് വന്നാൽ അത് അസിഡിക് കണ്ടീഷനും 7ന് മുകളിലോട്ട് പി എച്ച് വന്നാൽ അത് ബേസിക് കണ്ടീഷനും ആണല്ലോ. അപ്പോൾ മിക്ക മൈക്രോ ഓർഗാനിസംസും ഒരു നോർമൽ പി എച്ചിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. നമ്മൾ പി എച്ച് കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, പി എച്ച് കുറയുമ്പം അസിഡിക് കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെ ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മിക്ക മൈക്രോ ഓർഗാനിസംസിനും ജീവിക്കാൻ പറ്റത്തില്ല, അത് ഡിസ്ട്രോയ് ആയി പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പി എച്ച് കുറച്ചിട്ട് മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്ത് നമ്മൾ ഫുഡിനെ എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ അച്ചാറിടുന്നത്. നമ്മൾ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ എന്താ അവിടെ പറ്റുന്നത്? പിക്കിളിൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ആണല്ലോ നടക്കുന്നത്. ഫെർമെൻറ്റേഷൻ നടന്നിട്ട് അവിടെ ആസിഡ് ഉണ്ടാവും. ആ ഒരു ആസിഡ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഒബിയസ്ലി അവിടെ എന്താ? പി എച്ച് കുറഞ്ഞു, ആസിഡ് ഉണ്ടായി. ആ ഒരു അസിഡിക് കണ്ടീഷനിൽ മൈക്രോബ്സിന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പിക്കിൾ നമുക്ക് എന്താ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ തന്നെ പിക്കിൾസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കുറച്ചധികം ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അസിഡിക് എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ റെഡ്യൂസിങ് പി എച്ചിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ പിക്കിൾസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോബ്സിനെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞത് മൈക്രോബ്സ് നമ്മുടെ ഫുഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ ഇനാക്ടിവേറ്റ് ചെയ്യണം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഇനാക്ടിവേറ്റിംഗ് എൻസൈംസ്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ അതിൻ്റെ സർഫസിൽ എന്തുണ്ടാവും? ബ്രൗണിങ് ഉണ്ടാവും, ഈ പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? നമ്മുടെ എൻസൈംസ് ആണ്. നമ്മുടെ ആപ്പിളിൽ നിന്നല്ല, നമ്മൾ ബനാനയിൽ ബ്രൗണിങ് ഉണ്ട്, അങ്ങനെ പല ഫ്രൂട്ട്സിലും ബ്രൗണിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബ്രൗണിന് കാരണക്കാരായിട്ടുള്ള കുറേ എൻസൈംസ് ഉണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫീനോളൈസ്, പെറോക്സിഡേസ്, പോളിഫീനോൾ ഓക്സിഡേസ്, അങ്ങനെ പറയുന്ന പല എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിൻ്റെ ഒക്കെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് പേര് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉത്തരം എഴുതാൻ പറ്റൂല. സോ ഓരോ എൻസൈംസിൻ്റെ പേര് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡിനകത്ത് കുറേ എൻസൈംസ് ഉണ്ട്. ഫീനോളൈസ്, പെറോക്സിഡേസ്, പോളിഫീനോൾ ഓക്സിഡേസ്, അങ്ങനെയുള്ള പല എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫുഡിനകത്തുള്ളൊരു കമ്പോണൻ്റാണ് ഈ ഫീനോൾസ് എന്ന് പറയുന്നത്. ഈ ഫീനോൾസിനെ ഈ എൻസൈംസ് വന്നിട്ട് ഫീനോൾസിനെ എന്താക്കി മാറ്റും? ഓർത്തോക്വിനോൺസ് ആക്കി മാറ്റും. എൻസൈംസ് വന്നിട്ട് ഫീനോൾസിനെ എന്താക്കി മാറ്റും? ഓർത്തോക്വിനോൺസ് ആക്കി മാറ്റും. ഈ ഓർത്തോക്വിനോൺസ് പിന്നീട് എന്തായിട്ട് മാറും? മെലാനിനായിട്ട് മാറും. ഓക്കെ, ഓർത്തോക്വിനോൺസ് പിന്നീട് എന്തായിട്ട് മാറും? മെലാനിനായിട്ട് മാറും. ഈ മെലാനിൻ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ പിഗ്മെൻ്റ് ആണ്. ഈ മെലാനിൻ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ആപ്പിളിൻ്റെ കളർ എന്തായിട്ട് മാറിയത്? ബ്രൗൺ ആയിട്ട് മാറിയത്. അപ്പോൾ ഈ റിയാക്ഷന് റെസ്പോൺസിബിൾ ആരാണ്? നമുക്ക് നോക്കുമ്പോൾ അറിയാം, എൻസൈംസ് ആണ്. സോ ഈ എൻസൈംസിനെ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റിയാക്ഷൻ നടക്കൂല. ആപ്പിൾ ബ്രൗൺ ആവൂല. അപ്പോൾ അതുകൊണ്ടാണ് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്താൽ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞതിനകത്ത് ശ്രദ്ധിച്ചായിരുന്നോ? ഫീനോൾസിനെ ഓർത്തോക്വിനോൺസ് ആക്കി മാറ്റും ആര്? എൻസൈംസ്. ആ മാറ്റുന്ന പ്രോസസ്സ് ആക്ച്വലി ഒരു ഓക്സിഡേഷൻ പ്രോസസ്സാണ് കേട്ടോ. ഓക്സിഡേഷൻ വഴിയാണ് ഫീനോൾസിനെ ഓർത്തോക്വിനോൺസ് ആക്കി മാറ്റുന്നത്. കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യും. ഈ വേർഡ്സ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിൽ ഓക്സിഡൈസ് എന്ന് കൊടുത്തേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയില്ല കൺവേർട്ട് എന്നാണോ ഓക്സിഡൈസ് ആണോ വരിക എന്നറിയില്ല. സോ നമ്മൾ രണ്ടും പഠിച്ചു വെക്കണം. അതുപോലെ എൻസൈംസിൻ്റെ പേര് എന്തായാലും പഠിച്ചു വെക്കണം. എൻസൈംസിൻ്റെ പേര് മാത്രമല്ല, ഓർത്തോക്വിനോൺസിൻ്റെ പേര് പഠിക്കണം, മെലാനിൻ പഠിക്കണം. എല്ലാ വാക്കുകളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രൗണിങ് പ്രോസസ്സ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എൻസൈമാറ്റിക് ബ്രൗണിംഗ് എന്നാണ്. അതായത് എൻസൈംസ് ആണല്ലോ ഈ ഒരു ബ്രൗണിംഗ് നടത്തിയത്. സോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്താ? എൻസൈമാറ്റിക് ബ്രൗണിംഗ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ എൻസൈംസ് കാരണം നമ്മുടെ ഫുഡിന് ബ്രൗണിംഗ് സംഭവിക്കുന്നുണ്ട്. സോ ഈ എൻസൈംസിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ബ്രൗണിംഗ് റിയാക്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് നെസസറി ടു ഇനാക്ടിവേറ്റ് ദ എൻസൈംസ്. നമ്മൾ എൻസൈംസിനെ എന്ത് ചെയ്യണം? ഇനാക്ടിവേറ്റ് ചെയ്യണം. എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹീറ്റ് കൊടുക്കാൻ പറ്റും. എൻസൈംസിനെ ഹീറ്റ് കൊടുത്ത് ഇനാക്ടിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബ്ലാഞ്ചിങ് എന്ന് പറയാറുണ്ട്. ബ്ലാഞ്ചിങ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും.
ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ ഒന്നുകിൽ ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ വേവിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം കൊടുക്കും. അപ്പോൾ അതിനകത്തുള്ള എൻസൈംസ് ഇനാക്ടിവേറ്റ് ആയി പോവും. അതാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒന്നുകിൽ ബ്ലാഞ്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ കെമിക്കൽസ് അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ റേഡിയേഷൻസ് കൊടുത്തിട്ട് ഒക്കെ നമുക്ക് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്തിനാണ് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്? കാരണം എൻസൈംസ് ഫുഡിലിരുന്നാൽ ഇതുപോലുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. സോ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ഫുഡിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ കഴിഞ്ഞേ. ഇനി തേർഡ് വൺ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻസെക്ട്സും വേംസും റാറ്റ്സും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഫുഡിലേക്ക് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിനകത്തായിരിക്കും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ഇൻസെക്ട്സോ റാറ്റ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ടോക്സിൻസിനെ അല്ലെങ്കിൽ കണ്ടാമിനൻസിനെ ഒക്കെ നമ്മുടെ ഫുഡിനകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫുഡ് കണ്ടാമിനേറ്റഡ് ആവും. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതാണോ? അല്ല. കാരണം ആ ടോക്സിൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരല്ലേ. ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? അസുഖങ്ങളുണ്ടാവും. സോ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോറിങ് ഫുഡ് ഇൻ എയർ ടൈറ്റ് ഡ്രൈ കണ്ടെയ്നേഴ്സ്, യൂസ് ഓഫ് ഫിമിഗൻസ് ഇൻ ഡ്രൈ ഫ്രൂട്ട്സ്, സിറിയൽസ് എക്സെട്ര. ഡ്രൈ ഫ്രൂട്ട്സിനകത്തും സിറിയൽസിനകത്തൊക്കെ നമ്മൾ ഫ്യൂമിഗൻസ് യൂസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും, ഇൻസെക്ട്സും മോംസും റാറ്റ്സും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്യൂമിഗൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. സോ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ കഴിഞ്ഞു. 3 പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു നമ്മുടെ പ്രിൻസിപ്പിൾസ്? ഫസ്റ്റ് വൺ, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ഇനാക്ടിവേറ്റിംഗ് ദം. സെക്കൻഡ് വൺ, inactivating enzymes, and third one, removal of insects, worms and rats. ഈ 3 പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏതൊരു ഫുഡിനെയും ഏതൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും പ്രിസർവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്ത് വരുന്ന അച്ചാറിടുക, ഉപ്പിലിടുക, അങ്ങനെയുള്ള സാധനങ്ങൾ കൂടാണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ഒക്കെ ഉണ്ട് ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ. പക്ഷേ ഏതൊരു ടെക്നോളജി നമ്മൾ എടുത്താലും, പണ്ട് നമ്മൾ ഒന്നും അറിയാതെ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ് എടുത്താലും, ഇപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടെക്നോളജി എടുത്താലും, ഏത് ടെക്നോളജി ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ 3 പ്രിൻസിപ്പളിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും. ഈ 3 പ്രിൻസിപ്പിൾസിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കും ഏതൊരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.